യു കെയിൽ നിന്ന് മാധ്യമ പ്രവർത്തകൻ മണമ്പൂർ സുരേഷ് കൂടി ഈ സമയം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, ഗുഡ് മോർണിംഗ് ഫ്രം കേരള. വളരെ സന്തോഷം താങ്കളോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞതിലും. ശ്രീ സുരേഷ്, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഈ എക്സിറ്റ് പോളുകൾ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പലപ്പോഴും വരുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ വോട്ടർമാരും ഇന്ത്യയിലെ സാധാരണക്കാരും കരുതുന്ന ഒരു എക്സിറ്റ് പോളുകളുണ്ട്. അത് പ്രവചനങ്ങൾ എന്നുള്ളതിനപ്പുറം ചിലപ്പോൾ കണക്കുകൾ പാടെ തെറ്റാറുണ്ട്, കീഴ്മേൽ മറിയാറുണ്ട്. പല തെരഞ്ഞെടുപ്പുകളും അതിന് സാക്ഷ്യമാണ്. ഒടുവിൽ കണ്ടതും അങ്ങനെ തന്നെ. അപ്പോൾ ഈ യു കെയിലെ തെരഞ്ഞെടുപ്പിൽ കാണുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാമോ? കാരണം വേറൊന്നുമല്ല, ഈ ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പോകുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. എക്സിറ്റ് പോള് ബ്രിട്ടനിലേത് വളരെ റിലയബിൾ ആണ്. ഒപ്പീനിയൻ പോള് അത്രത്തോളം അല്ലെങ്കിലും എക്സിറ്റ് പോള് വളരെ റിലയബിൾ ആണ്. ഒരു 5-6 സീറ്റിന്റെ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുള്ളൂ മാക്സിമം. അപ്പോ അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 410 സീറ്റ് ലേബർ പാർട്ടിക്ക് കിട്ടുമെന്ന് പറയുന്നത് ഒരു ചരിത്ര വിജയമാണ് സംഭവിക്കുന്നത്. അപ്പോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള സീറ്റുകളുടെ കണക്കാണെങ്കിൽ 41 സീറ്റ് ലേബർ നേടി. കൺസർവേറ്റീവ് പാർട്ടി വെറും 3 സീറ്റാണ് നേടിയത്. അവർക്ക് 19 സീറ്റ് നഷ്ടമായി. ലേബറിനാണെങ്കിൽ 16 സീറ്റ് അവര് ഇതിനകം കൺസർവേറ്റീവ് നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ആ രീതിക്കാണ് ഇത്. അതിന് നേരത്തെ ഉത്തരം പറഞ്ഞതുപോലെ ഇതിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഈ 410 എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷൻ അതിനോട് അടുത്ത് തന്നെ എത്തും. നമുക്കത് വിശ്വസിക്കാവുന്നതാണ്. ഈ എക്സിറ്റ് പോൾ, ബ്രിട്ടനിലെ എക്സിറ്റ് പോൾ അങ്ങനെയുള്ള ചരിത്രമുള്ളതാണ്. ഓക്കെ, ഈ 14 വർഷം നീണ്ട ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാകത്തിന് എന്താണ് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്താണ് പ്രധാന തിരിച്ചടിക്കുള്ള കാരണം എന്താണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവിടെ സാധാരണ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യമാണ് വിലക്കയറ്റം. വിലക്കയറ്റം എന്ന് പറയുന്ന അസാധാരണമായ വിലക്കയറ്റം ഒക്കെ കൊണ്ട് സമരം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും സമരമായിരുന്നു. ഇപ്പൊ ഈ ഇലക്ഷൻ നടക്കുന്ന ദിവസം പോലും ഡോക്ടേഴ്സിന്റെ സമരം നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോ ആ രീതിക്ക് ഇവിടെ അതായത് സുനക് ഗവൺമെന്റ് വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു ഗവൺമെന്റാണ്. ശരിക്കും ഒരു പ്രതിസന്ധികളുടെ ഒരു നടുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ ഭരണം ഏറ്റെടുക്കുന്നത് തന്നെ. അപ്പോ അത് തന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റിഫോം UK എന്ന് പറയുന്ന ഈ വർണ്ണവിവേചനം ശരിക്കും അതിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ മറ്റേ ബ്രെക്സിറ്റ് സമയത്തൊക്കെ ഫോം ചെയ്ത അതിന്റെ പൊളിറ്റിക്സിന് തുടർച്ചയായിട്ട് വരുന്ന പാർട്ടിയാണ് റിഫോം UK. അത് 13 സീറ്റ് നേടും എന്നുള്ളതാണ് പ്രഡിക്ഷൻ ഈ എക്സിറ്റ് പോളിലുള്ള. അപ്പൊ അത് വളരെ അപകടം പിടിച്ച തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. അപ്പോ കൺസർവേറ്റീവിന് നഷ്ടപ്പെടുന്ന വോട്ടുകൾ നല്ലൊരു ശതമാനം അവിടേക്കാണ് പോകുന്നത്. അതൊരു ശരിക്കും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് റിഫോം UKയുടേത്. ഓക്കെ, ഈ കഴിഞ്ഞ ടേമിനെ വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യൻ വംശജനായതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ളവർക്കും അതിൻ്റെ ഒരു കൗതുകമുണ്ട്. ഋഷി സുനകിൻ്റെ പ്രധാനമന്ത്രി പദമൊക്കെ വളരെ സ്വീകാര്യത നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ലഭിച്ചിരുന്നു. ആ ടേം എങ്ങനെ വിലയിരുത്തുന്നു അവിടുത്തെ പൊതുജനങ്ങൾ? സാധാരണക്കാർക്ക് ഋഷി സുനക് എന്ന പ്രധാനമന്ത്രി എത്രത്തോളം റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അവർ മാർക്കിടുന്നുണ്ട്? ആ മാർക്കിടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഈ പരാജയം? ഋഷി സുനക് ശരിക്കും ഭരണപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി ശരിക്കും പ്രതിസന്ധിയിലൂടെ നിന്ന സമയത്ത് ഋഷി സുനക്കിലേക്ക് എത്തുകയായിരുന്നു പ്രധാനമന്ത്രി പദം. അപ്പോ ആ രീതിക്ക് വളരെയധികം അദ്ദേഹം തീർച്ചയായിട്ടും ധനകാര്യമന്ത്രിയായിരുന്നു അതിനു മുമ്പ്. പക്ഷേ അദ്ദേഹത്തിന്റെ ശരിയായ ഒരു മാർക്കൊന്നും തെളിയിക്കാനുള്ള അവസരമില്ലായിരുന്നു. കാരണം അത്രയ്ക്കും പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോ ഇവിടെ തന്നെ നടക്കുന്ന ഈ ഹെൽത്ത് സർവീസിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇവിടുത്തെ ചികിത്സ മൊത്തം ഫ്രീ ആയിട്ടാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്, എല്ലാ ചികിത്സയും. അപ്പോ അതിനുള്ള സാമ്പത്തിക പ്രശ്നം, അത് ആവശ്യത്തിന് ഫണ്ട് കൊടുക്കാതെ മറ്റൊരു വലിയ പ്രശ്നമാണ്. ആശുപത്രിയിലെ വെയിറ്റിംഗ് ലിസ്റ്റ് വളരെയധികം നീളുന്നു.
അത് വലിയൊരു പ്രശ്നമാണ് ആളുകൾ ഫേസ് ചെയ്യുന്നത്. അപ്പോ കാരണം ഇവിടെ ഈ ഇൻഷുറൻസ് എടുത്ത് പ്രൈവറ്റ് മേഖലയ്ക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഈ നാഷണൽ ഹെൽത്ത് സർവീസിൽ. അത് പൊതുമേഖലയെ തന്നെ ആണ് ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് കെയർ കൊടുക്കുന്ന ആ സമയത്ത് പൂർണ്ണ സൗജന്യം എന്നുള്ള പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു 75 വർഷത്തോളം അത് തുടർന്നു വരുന്ന ചരിത്രമുള്ള സ്ഥാപനമാണ് ഈ നാഷണൽ ഹെൽത്ത് സർവീസ്. ഓക്കെ, ശ്രീ സുരേഷ്, ഏതാണ്ട് 4.5 കോടി വോട്ടർമാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലായിട്ട് അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഒരു വോട്ടർമാരുടെ ഒരു പ്രദേശം. ഈ ഋഷി സുനകിന്റെ തുടർഭരണ സാധ്യത ഇല്ലാതാക്കി കെയർ സ്റ്റാർമർ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ കെയർ സ്റ്റാർമറിന്റെ ഒരു ജനസ്വീകാര്യത എത്രത്തോളം ഉണ്ട്? അദ്ദേഹം എത്രത്തോളം പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് സ്റ്റാർമർ? കെയർ സ്റ്റാർമർ ഒരു യഥാർത്ഥത്തിൽ പൊളിറ്റിക്സിൽ അത്രയും അധികം പഴക്കമുള്ള ആളല്ല. പക്ഷേ ഒരു ലേബർ പാർട്ടിയിൽ ഒരു റാഡിക്കൽ പോളിസികളുമായിട്ട് വന്ന മുൻപുണ്ടായിരുന്ന നേതാവിൽ നിന്നും ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ആ ഒരു മോഡറേറ്റ് നേതാവ് എന്നുള്ള നിലയ്ക്ക്, പിന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇപ്പോഴും ഭരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു വളരെ പരിതാപകരമായ അവസ്ഥയും നിന്നും ശരിക്കും മുതലെടുത്ത് കൊണ്ടുവരുന്ന ഒരു അനുകൂലമായിട്ട് വന്ന ആ രീതി ഉപയോഗിച്ച് അദ്ദേഹം മുന്നോട്ട് കയറി വരികയായിരുന്നു. അത് അപാരമായ ഒരു മുന്നേറ്റമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അപ്പോ അപാരമായ മുന്നേറ്റം എന്ന് വെച്ചാൽ 410 സീറ്റ് നേടുമെന്ന് പറയുമ്പോൾ 326 മതി മെജോറിറ്റി കിട്ടാൻ. ആ സമയത്താണ് ഈ 410 കിട്ടുമെന്ന് ഈ എക്സിറ്റ് പോൾ പറയുന്നത്. അപ്പോ അപാരമായ വിജയം തന്നെയാണ് ഈ കെയർ സ്റ്റാർമർ നേടാൻ പോകുന്നത്. ഓക്കെ, എന്നാലും വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി തന്നെ ഇതിനെ കാണണം. ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഈ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ ചോർന്നു എന്നുള്ളതാണ് ഈ കാണുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഭരണവിരുദ്ധ ആന്റി ഇൻകംബൻസി ഫാക്ടറിനൊപ്പം തന്നെ ഈ പറയുന്ന താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരന്തരം പ്രക്ഷോഭങ്ങൾ, വിലക്കയറ്റം, ഇതൊക്കെ ഉറച്ച വോട്ടുകളെ പോലും അതിൽ പോലും വിള്ളലുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലാണോ? അതെ, അതേപോലെ ഈ ഇപ്പോ ഇത് ഇവിടെ കുടിയേറ്റം മറ്റൊരു പ്രശ്നമാണ്. അപ്പൊ കുടിയേറ്റത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഈ പാർട്ടികൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് ആ നമ്പർ. ഇപ്പൊ കുടിയേറ്റം എന്ന് പറയുമ്പോൾ നഴ്സ് അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ അത്യാവശ്യമായിട്ട് ഇവിടെ ആളുകൾ വേണം. ഇപ്പൊ വിദേശത്തു നിന്നുള്ള നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസ് അപ്പാടെ തകരും. ആ രീതിക്കാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോ അത് വേണം. അതേസമയത്ത് ഇവിടുത്തെ പാർട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സമയത്ത് ഈ കുടിയേറ്റക്കാരെ അവരുടെ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. അവരുടെ കാര്യം കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഇവരെ തള്ളി പറയുന്നു. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കുടിയേറ്റം എന്നുള്ള പ്രശ്നത്തിൽ തന്നെയാണ് ഈ വലതുപക്ഷ പാർട്ടി ഈ റിഫോം നൈജൽ ഫറാജിന്റെ റിഫോം ഈ 13 സീറ്റ് നേടും എന്ന് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നത്. അതാണ് ഏറ്റവും അപകടം പിടിച്ച ഒരു സംഗതി. ഇപ്പോ യൂറോപ്പിൽ മൊത്തം ആ ഒരു സ്വിങ് റൈറ്റ് വിങ് ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഫ്രാൻസിൽ ഇപ്പൊ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെയും ഇതേ പ്രശ്നം തന്നെ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോ അത് അല്പം കുറഞ്ഞ തോതിലാണ് ബ്രിട്ടനിൽ വരുന്നത്. 13 സീറ്റിലാണ് തൽക്കാലം. പക്ഷേ അതൊരു വല്ലാത്ത തുടക്കമാണ്. അത് തീർച്ചയായിട്ടും കെയർ സ്റ്റാർമറിന് മുന്നിൽ വരുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ റിഫോം പാർട്ടിയുടെ വളർച്ച. എക്സാക്ട്ലി. എനിക്ക് അറിയുന്ന മറ്റൊരു കാര്യം, ഈ ഇന്ത്യൻ സമൂഹം അത് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്നെത്തിയ ഒരുപാട് പേരുണ്ട് ബ്രിട്ടനിൽ. അപ്പോൾ ഇന്ത്യൻ സമൂഹം ഒരു നിർണായക സ്വാധീനമാകുന്നുണ്ട്. ഋഷി സുനക് ഇന്ത്യൻ വംശജനാണ് എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്നാലും സുനകിന് അനുകൂലമായിട്ടുണ്ടോ എന്നുള്ള സംശയകരമാണ്. ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു പൊതുചിന്താഗതി അത് ഋഷി സുനക് എന്ന ഇന്ത്യൻ വംശജനൊപ്പം നിൽക്കാം എന്നുള്ളതായിരുന്നോ, അല്ല മറ്റൊരു ഭരണമാറ്റം ഉണ്ടാകട്ടെ എന്നുള്ള ആലോചനയിലായിരുന്നോ ഇന്ത്യൻ സമൂഹം? ഇന്ത്യൻ സമൂഹം ഒരു പരമ്പരാഗതമായിട്ട് ഉള്ള ഇന്ത്യൻ സമൂഹം ലേബർ പാർട്ടിയുടെ കൂടെയായിരുന്നു.
പക്ഷേ ഇപ്പോഴ് ഈ പുതിയതായിട്ട് ആളുകൾ ഇപ്പോ ഋഷി സുനക്കിന്റെ പാർട്ടിയിലേക്ക് മാറി പോകുന്ന ഒരു വിഭാഗമുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ഇങ്ങനെ അങ്ങോട്ട് മാറുന്ന ഒരു ഘടകമുണ്ട്. ആ സമയത്ത് ജനറലായിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ സമൂഹം ഇത് ലേബർ പാർട്ടിയുമായിട്ടാണ് അവരുടെ ചങ്ങാത്തം കൂടുതൽ. തീർച്ചയായിട്ടും അവർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ചരിത്രമാണ് കൂടുതൽ പെർസെന്റേജ് അങ്ങനെയാണ്. അപ്പോ ഇതില് പിന്നെ ഒരു ഇന്ത്യൻ വംശജനായ ഒരു പ്രധാനമന്ത്രി നഷ്ടമാകുന്നു എന്നുള്ളത് ഇപ്പോ യഥാർത്ഥത്തിൽ ഒരു 2-3 ആഴ്ച മുമ്പ് തന്നെ ഒരു ഒത്തുതീർപ്പ് അങ്ങനെ ഈ അഭിപ്രായ വോട്ടെടുപ്പുകൾ വന്നതോടുകൂടി ആളുകൾക്ക് മനസ്സിലായി ഋഷി സുനക്കിന്റെ പദവി നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളത്. അതിൽ പിന്നെ അത് ഓരോ ഇപ്പൊ നേരെ എതിരായിരുന്നു. അതായത് ഒരു 20% പോയിന്റ് കൺസർവേറ്റീവ് പാർട്ടി ഭരണപക്ഷ പാർട്ടിക്ക് കിട്ടുമ്പോൾ ഈ കെ സ്റ്റാമറുടെ പാർട്ടിക്ക് 41-42 പോയിന്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോ അത് അന്നേ തന്നെ ഈ അഭിപ്രായ വോട്ടെടുപ്പ് സമയത്ത് തന്നെ ആ ഒരു വ്യത്യാസം ശരിക്കും കണ്ടിരുന്നതാണ്. റൈറ്റ്, താങ്ക് യു സോ മച്ച്. ശ്രീ മണമ്പൂർ സുരേഷാണ് മാധ്യമപ്രവർത്തകൻ നമ്മോടൊപ്പം UK നിന്ന് തത്സമയം ചേർന്നത്. എന്താണെങ്കിലും ശ്രീ സുരേഷ്, ഒരു കാര്യം കൂടി, ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോൾ വരും കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് ഏതാണ്ട് ഒരു 3-4 മണിക്കൂർ കഴിയുന്നതോടുകൂടി തന്നെ ഇതിന്റെ ഇപ്പോ ഇവിടെ സമയം 2-3 മണി, ഒരു 4 മണിക്കൂർ 5 മണിക്കൂറോട് കൂടി ഇത് പൂർണ്ണ റിസൾട്ട് വരും. അപ്പോ ശരിയായിട്ടുള്ള സമയം പിന്നെ ആ ടൈം ലൈൻ നോക്കണം. അപ്പോഴ് പിന്നീട് ഇപ്പോഴും നമ്മൾ അവസാനത്തെ ഒരു പോയിന്റിലേക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതിക്കാണെങ്കിൽ ലേബർ പാർട്ടി 47 സീറ്റ് നേടി, അതിൽ 20 അവർ ഗെയിൻ ചെയ്തതാണ്. കൺസർവേറ്റീവ് പാർട്ടി 3-ലാണ് നിൽക്കുന്നത്. അപ്പോ ഏതായാലും 4-5 മണിക്കൂറിനകം എല്ലാം പൂർണ്ണമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, 47-3 എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് മണമ്പൂർ സുരേഷ് അവിടെ UK നിന്നും റിപ്പോർട്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഞാൻ സുധീർ വിശ്വനാഥൻ.